വേറൊരു വെള്ളച്ചാട്ടത്തിലാണ്. കോട്ടയം ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. പോകുന്ന വഴിയും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പള്ളിക്കത്തോട് എന്ന് പറയും. കൊടുങ്ങൂര് പള്ളിക്കത്തോട് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം പള്ളിക്കത്തോട് എത്തിയതിന് ശേഷമുള്ള ആ ഒരു വഴിയും കൂടെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്പീഡിലൊന്ന് റോഡൊക്കെ ഒന്ന് കാണാവേ. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇന്ന് അതുകൊണ്ട് എങ്ങും ചോദിക്കാതെ തന്നെ നേരിട്ട് വരാൻ പറ്റി. കറക്റ്റ് നമ്മൾ അരുവിക്കുഴി വാട്ടർഫോൾസ് ആണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു അരുവിക്കുഴി വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഉള്ള അരുവിക്കുഴി വാട്ടർഫോൾസ് ആണ്. അത്യാവശ്യം നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇത്തവണയും കൂടെ ഒന്ന് വന്നേക്കുവാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേക്കിനും മറ്റേ ഒരിക്കമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും വഴി സംശയമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ വഴിയും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണാം. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് ചുമ്മാ ഒരു ദിവസം ഇറങ്ങിയതാണ്. അത്യാവശ്യം മഴയുണ്ട്, പക്ഷേ എന്നാലും ആൾക്കാരുണ്ട്. വെള്ളച്ചാട്ടത്തിൽ വരണമെങ്കിൽ വെള്ളമുള്ള ടൈമിലല്ലേ വരത്തുള്ളൂ. അപ്പോൾ മഴയൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാവരും കോട്ടൊക്കെ ഇട്ടൊക്കെയാണ് എത്താറുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അരുവിക്കുഴി ബ്രിഡ്ജ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ് എടുക്കാം. അവിടെ പാസ് എത്രയാണെന്ന് നമുക്ക് നോക്കിയിട്ട് അതും കൂടെ എടുത്തിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. ഇവിടെ വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് മാത്രമാണ് അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇതുണ്ട്. ബാക്കി എല്ലാം ചെറിയൊരു എമൗണ്ടൊക്കെ ആയിരുന്നു. 13 രൂപ 26 രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് കൂടി ഉള്ളതാണെന്ന് തോന്നുന്നത്. എന്തായാലും പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനൊരു സംഭവമാണ് വരുന്നത്. ഇനി നമുക്ക് താഴേക്ക് പോകുമ്പോഴാണ് അതിമനോഹരമായ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മളിവിടെ കയറി പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ 52 രൂപയാണ്. ഞാനും അണ്ണച്ചിയും കൊണ്ടാണ് പോയത്. വീഡിയോ എടുക്കാൻ പോകുമ്പോൾ മക്കളെയും കൊണ്ട് പോയാൽ ശരിയാകത്തില്ല. നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പാടാം, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിന്. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ഭയങ്കര സൗണ്ടാണ്. ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല അതിമനോഹരമായ സൗണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഒരു ബാരിക്കേഡ് പോലെ സൈഡ് കെട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നടന്നു പോകാനും അതിലേക്ക് ഫുൾ ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിൽ നിന്നും അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാനായിട്ടൊക്കെ അതിമനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കാണാമേ.
അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ അതിമനോഹരമായി ആസ്വദിച്ച് മക്കളെ സ്കൂളിൽ വിട്ടിട്ട് വന്നേക്കും. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലെത്തേണ്ടതുകൊണ്ട് പോവുകയാണ്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. പോകുന്ന എവിടെ പോയാലും അണ്ണാച്ചി റെയിൻകോട്ടോ ഹെൽമെറ്റൊക്കെ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം ഹെൽമെറ്റ് ഏൽപ്പിച്ചതിന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് എവിടെ പോയാലും ഹെൽമെറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അണ്ണാച്ചി പറഞ്ഞ് ചാറ്റമഴ ഉണ്ടെങ്കിൽ എനിക്ക് പനി പിടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊരു ബെഞ്ചിലിരുന്ന് വൈൻഡപ്പ് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളവിടെ ഇരുന്നത്. അപ്പോഴേക്കും അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എവിടെ ചെന്നാലും ഫോട്ടോയും വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത നല്ല ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കയറി ഇറങ്ങി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയായിട്ടൊന്ന് ദാഹമൊക്കെ വരുമല്ലോ, കാരണം ഇത്ര സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ചെറിയ 2-3 കടയുണ്ട്. അവിടുന്ന് ഐസ്ക്രീം വേണേൽ കഴിക്കാം. ചെറിയ മുട്ടായി കട അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലേസും മഞ്ചും ഒക്കെ വാങ്ങിച്ചാണ് കഴിച്ചത്. വേറൊന്നും പ്രത്യേകിച്ച് അവിടെ ഇല്ല, ബജിക്കടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ലേസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വരും. മഴ തീരുന്നതിന് മുന്നേ, മഴയൊക്കെ കഴിയുന്ന സമയത്ത് വന്നാലേ ഈ വെള്ളച്ചാട്ടം ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പറ്റുന്ന ആൾക്കാരൊക്കെ വരെ. ഇനി നമുക്ക് വേറൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയും കൂടെ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷാമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.